വിചാരിച്ചു നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം അതിന് കുറച്ച് ഒന്ന് ഗ്ലോ അപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഫേഷ്യൽ കിറ്റ് ഉണ്ട്. കാരണം എപ്പോഴും നമുക്കിപ്പോൾ പാർലറിൽ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഒന്ന് മാമഎർത്തിൻ്റെ ഒപ്റ്റൺ ഫേഷ്യൽ കിറ്റാണ്, ഒന്ന് മാമഎർത്തിൻ്റെ റൈസ് ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഇതിൽ ഏതാ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാമഎർത്തിൻ്റെ ഒപ്റ്റൺ ഫേഷ്യൽ കിറ്റാണല്ലോ, ഇതിനകത്ത് ടെർമറിക്കും സാഫ്രൺ ഉണ്ട്. നമ്മൾ പണ്ട് മുതലേ നമ്മളുടെ സ്കിൻ കെയറിൽ ഉപയോഗിച്ച് വരുന്നതാണല്ലേ, നമ്മളുടെ ഒരു ഇന്ത്യൻ ട്രഡീഷണൽ സ്കിൻ കെയറിലുള്ളതാണ്. ടെർമറിക് ആയാലും കുങ്കുമം ആയാലും ഇത് രണ്ടും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ഗ്ലോയിങ് സ്കിന്നിനുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കാം രണ്ടിലും ഒരേ സ്റ്റെപ്സ് ആണ്, പക്ഷേ കണ്ടന്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം നിയാസിനമൈഡ് നമ്മളുടെ സ്കിന്നിൽ ഇപ്പം എൻലാർജ്ഡ് പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതാക്കാനും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഇന്ന് യൂസ് ചെയ്യാൻ തോന്നുന്നത് ഇപ്പം ഇതാണ് കേട്ടോ, റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ്. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർ ഗ്ലാസ് സ്കിന്ന്. നമ്മളെല്ലാവരും അഡ്മയർ ചെയ്യുന്നതാണല്ലേ കൊറിയൻ സ്കിൻ എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് കൊറിയക്കാരെ പോലെ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ജെനറ്റിക്സ്, അവരുടെ അവിടുത്തെ ക്ലൈമറ്റും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല. എന്നാലും നമ്മളുടെ ഈ ഒരു ഡൾനെസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ഗ്ലാമപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പാർലറിൽ പോയിട്ട് ഓരോ ഫംഗ്ഷന് വരുമ്പോഴും പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 400 റുപ്പീസാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പേർപ്പിളിലും അതുപോലെ തന്നെ മാമഎർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മാമഎർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടണമെങ്കിൽ എൻ്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡായിട്ടുള്ള ഷംന 2023 യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതിനേക്കാളും ഓഫർ ചില സമയത്ത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ ലോക്കൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 6 സ്റ്റെപ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അതിനകത്ത് 6 ട്യൂബുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് വലുതാണെന്നാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത് തുറന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ പാക്കേജിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. എല്ലാ ട്യൂബും 10 ml തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ 2ലെയും സ്റ്റെപ്സ് സെയിം ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് ഒരു ക്ലെൻസിങ് മിൽക്ക് ഉണ്ടാവും, പിന്നെ ഒരു ഫേസ് സ്ക്രബ് ഉണ്ടാവും, പിന്നെ ഒരു സൂതിങ് ജെൽ ഉണ്ടാവും, പിന്നെ മസാജ് ക്രീം ഉണ്ടാവും, പിന്നെ ഫേസ് മാസ്കും ഗ്ലോ ക്രീമും. ആ സ്റ്റെപ്സ് തന്നെയാണ് നമ്മളുടെ ഇതിലും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിനി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ട്യൂബ്സ് ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. യെസ്, നമുക്ക് 6 സ്റ്റെപ്സാണ് ഉള്ളത്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു പാമ്പർ റൂട്ടീനായിട്ട് ഇത് എടുക്കുകയാണ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാം അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, കാരണം നമ്മൾ എങ്ങനെ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാമെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ എൻ്റെ കൈയൊക്കെ നല്ലോണം സോപ്പിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫേസിലാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ കൈയായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹൈജീനിക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈസ് ക്ലെൻസിങ് മിൽക്കാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ യൂസിനാണ് കേട്ടോ. 10 ml പ്രൊഡക്റ്റ് ആണുള്ളത്. നമ്മൾ പിശിക്കാതെ എന്ത് ചെയ്യുക, മൊത്തത്തിൽ നമ്മളുടെ കയ്യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇതിന് മൂക്കും മറ്റേ സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ഹോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും പിശിക്കാതെ എന്ത് ചെയ്യുക, മൊത്തത്തിൽ നമുക്ക് സ്ക്യൂസ് ചെയ്തിട്ട് എടുക്കാം. പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, നമ്മളുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, നല്ലോണം തേച്ചിട്ട്. പിന്നെ നമ്മളിത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിപ്പോൾ ഞാൻ ഹിജാബ് ഇട്ടിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിങ്ങനെ ആക്കി. കാരണം ഇത് നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ വെറുതെ പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്യേണ്ട. ഒരു ട്യൂബിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇത് ഹിജാബൊക്കെ മാറ്റി നന്നായിട്ട് തേച്ചിട്ട് ഒരു 1 മിനിറ്റ് വെക്കാനൊന്നും പറയുന്നില്ല, ഞാനൊരു 1 മിനിറ്റ് കീപ്പ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഡേർട്ട് എന്തെങ്കിലും അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ആ ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യും. അപ്പോൾ ഞാനിതാ എൻ്റെ ഫേസ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഞാൻ വൈപ്പ് ചെയ്തിട്ടുണ്ട്. കോട്ടൺ പാഡ് അല്ലത് കോട്ടൺ ബോളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യുക. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടില്ല, വൈപ്പ് ചെയ്തിട്ടുള്ളൂ. നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് നല്ലതായിരിക്കും. അപ്പം ഞാനിനി ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ എടുക്കുക. ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇനി നമുക്ക് നന്നായിട്ട് നമ്മളുടെ ഫേസിൽ, ഞാൻ എൻ്റെ ഫേസ് വെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, അത് നല്ല രീതിയിൽ തന്നെ ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രെയിൻസ് നമുക്ക് കുറച്ചൊരു തരി തരി പോലെയാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്കിവിടെയൊക്കെ നല്ല തരിതരിപ്പുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെയാണ് തരിതരിപ്പുള്ളത്. അപ്പോൾ അവിടെ ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ ഒരു 2 to 3 minutes നന്നായിട്ട് ഞാൻ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സത്യം പറയാലോ, ഞാൻ വിചാരിച്ചത് ഭയങ്കര സിമ്പിളായിരിക്കും, ഏതായാലും ഞാൻ ചെയ്യല്ലേ, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന്. പക്ഷെ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. കാരണം ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം, ആ 2 to 3 minutes മസാജ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് പിന്നെ വരണം. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ആക്ച്വലി ഇത് എനിക്കൊരു പാമ്പർ റൂട്ടീൻ പോലെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. എന്നാലും നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്തത് വന്നിട്ട് റൈസ് സൂതിങ് ജെല്ലാണ്. ഇപ്പോൾ നമ്മളുടെ ഫേസിൽ നമ്മൾ എക്സ്ഫോളിയേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മളുടെ സ്കിന്നൊന്ന് സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊന്ന് സൂത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂതിങ് ജെല്ല് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സൂതിങ് ജെല്ല് എടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു ജെൽ ലൈക്ക് ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് സ്ക്യൂസ് ഔട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. മൊത്തത്തിൽ സ്ക്യൂസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസ് ഡ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്തപ്പം. ഇനി ഈ ഒരു സൂതിങ് ജെല്ല് ഇട്ടിട്ട് നമുക്ക് 1 to 2 minutes നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ സൂതിങ് ജെല്ല് ഇട്ടിട്ട് 1 to 2 minutes നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. പിന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ മേലെ തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സൂതിങ് ജെല്ല് ഞാൻ 1 to 2 minutes നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കട്ടെ. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ കൈ നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ നമ്മളുടെ അബ്സോർബ് ആയെന്ന് അർത്ഥം. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് റൈസ് മസാജ് ക്രീമാണ്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 5 to 10 minutes നമ്മളിത് നന്നായിട്ട് നമ്മളുടെ സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പല മസാജിങ് സ്റ്റെപ്സ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നെറ്റിലൊക്കെ നോക്കി ഒരുപാട് സ്റ്റെപ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ദാ ഇതും നമ്മൾ മൊത്തത്തിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ട് മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ കൈ കുറച്ചൊന്ന് ഡ്രൈ ആവില്ല, അപ്പോൾ ബാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. മൊത്തം നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. നമ്മളിത് 1 time യൂസിനുള്ളത്, എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. മൊത്തം എടുക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ പൂട്ടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും അതിൽ കയറരുത്, കാരണം നമ്മളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ ഈ ഒരു മസാജ് ക്രീം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് പൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂട്ടി വെക്കണം കേട്ടോ, കാരണം അതിൻ്റെ അകത്തേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും കയറരുത്. അപ്പോൾ നമ്മൾ മസാജ് ജെല്ല് നമ്മൾ നെറ്റിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഈ താടിയലിൻ്റെ ഒക്കെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് സ്റ്റെപ്സൊക്കെ പറഞ്ഞുതരാം. ഇങ്ങനെ അതുപോലെ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് ഒരാൾ ചെയ്ത് തരാണ്ടെങ്കിൽ നല്ലത് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മസാജ് ചെയ്യേണ്ടത്. ഞാൻ മസാജ് ക്രീം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 minutes വരെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. ഈ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റാണ്. മാത്രമല്ല ഇതാണ് നമ്മളുടെ ഫേഷ്യലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ ഒരു 5 to 10 minutes നമ്മൾ കൊടുക്കുന്ന ആ ഒരു മസാജ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ട്, കഴുകി കളഞ്ഞിട്ടില്ല. അപ്പം അതാണ് കേട്ടോ നമ്മളുടെ മസാജ് ക്രീം. ഇനി നമ്മളുടെ നെക്സ്റ്റ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം കുറച്ച് എടുത്തിട്ട് നമ്മൾ ഓരോ ഭാഗത്ത്, എന്നാലും എല്ലാ ഭാഗത്തേക്കും നമുക്ക് തികയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വെച്ച് ഏകദേശം ഒരു 15 minutes വെക്കണം കേട്ടോ. 15 minutes വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുമല്ലോ, അപ്പോൾ വേണം നമ്മളിത് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് കുറച്ച് എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈവൻലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലുള്ള മൊത്തം ഇത് എത്ര കട്ടിയിൽ നമുക്ക് കിട്ടുന്നോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക.
അപ്പം അത് അതിനകത്തുള്ളത് മൊത്തം ഞാൻ എടുത്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് മാസ്ക് നമുക്കൊരു ഗ്ലാസ് ലൈക്ക് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 15 മിനിറ്റാണ് ഇത് ഫേസിൽ വെക്കേണ്ടത്. അപ്പം ഞാനിത് ഇട്ട സമയത്ത് എനിക്ക് ചെറിയൊരു എരിച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ എരിച്ചിലാണ്, അതൊന്നും കുഴപ്പമില്ല. ഭയങ്കര ബേണിങ് സെൻസേഷൻ. അതാ ഞാൻ എൻ്റെ ഫേസ് മാസ്ക് ഇപ്പം കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബെല്ലടി കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ഫേസ് പാക്കോ എന്തെങ്കിലും ഫേസ് മാസ്കോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും ആരെങ്കിലും കയറി വരും അല്ലേ. എത്ര പേർക്ക് ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയാം കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കിത് വീഡിയോ ചെയ്യാനുള്ളതാണ്. മാത്രമല്ല ബാക്കി സ്റ്റെപ്സ് ഒക്കെ ഞാൻ ചെയ്തു. ഈ ഒരു കംപ്ലീറ്റ് ഒരു 400 റുപ്പീസ് വേസ്റ്റായി പോവും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഞാനത് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോ ക്രീമാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, ഇത് ഇട്ട സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ഇരിച്ചിൽ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഇറിറ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കഴുകി കളയാം കേട്ടോ. കാരണം നമുക്കറിയില്ല ഇതിനകത്തുള്ള എല്ലാ പ്രൊഡക്ട്സും ഏതാണെന്ന് അറിയില്ല. റൈസ് വാട്ടർ ആയാലും നിയാസിനമൈഡ് ആയാലും നമുക്ക് നല്ലതാണ്. പക്ഷെ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സുമായിട്ട് നമുക്ക് അലർജിക് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോ ക്രീമാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഞാനിപ്പം അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഫേസിന് ഒരു കുഴപ്പമില്ല. എല്ലാവരുടെ ഫേസും സെയിം ആയിരിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടും മാത്രം യൂസ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോ ക്രീമാണ്. അപ്പം ഈ ഒരു ക്രീം നമ്മൾ ഏതൊരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കണം. ഇത് നമ്മൾ ഫുൾ എടുക്കണം കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ ഫുൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളിത് നന്നായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫേസ് പാക്കിലുള്ള സ്റ്റെപ്സ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഫേഷ്യൽ കിറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമുക്ക് നല്ലൊരു ഗ്ലാസ് ടൈപ്പ് സ്കിന്ന് തരുന്ന പറഞ്ഞാൽ എനിക്കെൻ്റെ സ്കിന്നിന് നല്ല മാറ്റം വന്ന പോലെ, എൻ്റെ തരിത്തരിപ്പും കാര്യങ്ങളൊക്കെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇത് നമ്മൾ കുറച്ചും കൂടി ഒരു പാമ്പറിംഗ് ആയിട്ട് നല്ല മസാജൊക്കെ ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ട് അവരുടെ ഈ ഒരു ഒപ്റ്റൻ ഫേഷ്യൽ കിറ്റ് ഉണ്ടല്ലോ, അത് ഞാനിനി റിലാക്സ് ആയിട്ട് ചെയ്യണം. അത് ഞാനിനി വീഡിയോ എടുക്കില്ല. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് മാമഅർത്തിനെ കുറിച്ച് അറിയാം. മമാഅർത്ത് എന്ന് പറയുന്നത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ എന്താണ്, നമുക്ക് ഇതിലൊരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ചെറിയ അളവിൽ അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മമാഅർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓരോരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അവരതൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ്. വളരെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് മമാഅർത്ത് എന്ന് പറയുന്നത്. പിന്നെ അവർ എത്രമാത്രം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ ഇരട്ടി പ്ലാസ്റ്റിക് അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ളൊരു ബ്രാൻഡും കൂടിയാണ് മമാഅർത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.